നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. LDC മെയിൻസ്, ഡിഗ്രി ലെവൽ പ്രിലിംസ് എന്നീ പരീക്ഷകൾക്ക് വേണ്ടി PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച കുറച്ച് പുതിയ പാറ്റേൺ പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച ആദ്യ കേരളീയൻ ആരാണ്? പത്മഭൂഷൺ ആണ്. ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോനാണ്. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്, ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് ഡെറാഡൂൺ. ഡെറാഡൂൺ. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ആണ് ചോദിച്ചിരിക്കുന്നത്. കോട്ടയമാണ്. കോട്ടയം. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ശരിയായത് ഏതെല്ലാം? പ്രസ്താവനകൾ വായിക്കാം. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ രൂപവത്കരണത്തിന് കാരണമായത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് UGC നിലവിൽ വന്നത്. ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന UGCയുടെ ആദ്യ ചെയർമാൻ ശാന്തി സ്വരൂപ് ഭട്നാഗർ ആണ്. അപ്പോൾ ഇതില് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇത് മൂന്നും ശരിയാണ്. 1, 2, 3 എന്നിവ ശരിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ചുവടെ പറയുന്ന സർവകലാശാലകളെ അവ നിലവിൽ വന്ന വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തേതിൽ നിന്നും അവസാനത്തേത് എന്ന രീതിയിൽ ക്രമീകരിക്കുക. അപ്പോ ഇതിനകത്ത് തന്നിരിക്കുന്നത് കേരള സർവകലാശാല, കൊച്ചി സർവകലാശാല, കണ്ണൂർ സർവകലാശാല, MG സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല. ഇതില് നിലവിൽ വന്ന വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം നിലവിൽ വന്നതിൽ നിന്നും അവസാനത്തിലേക്ക് ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നിലവിൽ വന്നത് കേരള സർവകലാശാലയാണ്. രണ്ടാമത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. മൂന്നാമത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി. നാലാമത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. അഞ്ചാമത് കണ്ണൂർ സർവകലാശാല. അപ്പൊ ആദ്യം രൂപീകരിച്ചത് കേരള സർവകലാശാല, രണ്ടാമത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, മൂന്നാമത് കൊച്ചി സർവകലാശാല, നാലാമത് മഹാത്മാഗാന്ധി സർവകലാശാല, അഞ്ചാമത് കണ്ണൂർ സർവകലാശാല. ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ഓപ്ഷൻ C ആണ് ഉത്തരം. ഓക്കെ. നിങ്ങൾ PSC പരീക്ഷകളെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഉന്നത റാങ്ക് നിങ്ങൾക്ക് നേടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പ് ഞാൻ പറഞ്ഞു തരാം. അൺഅക്കാഡമി. അൺഅക്കാഡമിയിൽ കേരള PSCക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി ബാച്ച് കോഴ്സുകളാണ് ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് LGS മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിൽ ജൂലൈ 15 അൺഅക്കാഡമിയിൽ ഒരു 75 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജേതാവ് എന്നാണ് ഈ കോഴ്സിന്റെ പേര്. ഇതിൽ നമ്മുടെ LGS മെയിൻസിന്റെ സിലബസ് ഫുള്ളായിട്ട് തന്നെ എഡ്യൂക്കേറ്റേഴ്സ് കവർ ചെയ്ത് തരുന്നതാണ്. ഈ കോഴ്സ് 10% ഡിസ്കൗണ്ടോടെ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അൺഅക്കാഡമിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം, അതായത് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഇതുവരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ആവാത്തവർക്ക് കൂടി 60 ഡേയ്സ് ബാച്ച് കോഴ്സ്, ദൗത്യം എന്ന പേരിൽ ബാച്ച് കോഴ്സ് ജൂലൈ 14 സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷൻ വഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. അടുത്ത ചോദ്യം, ലാൽഗുഡി ജയരാമൻ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലാൽഗുഡി ജയരാമൻ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വയലിൻ. വയലിനാണ്. ബജാവലി എന്ന നൃത്തരൂപം ഏത് സംസ്ഥാനത്ത് പ്രചാരത്തിലുള്ളതാണ്? ബജാവലി എന്ന നൃത്തരൂപം ഏത് സംസ്ഥാനത്ത് പ്രചാരത്തിൽ ഉള്ളതാണ്? അസം. അസമിലാണ്. ദ ടണൽ ഓഫ് ടൈം ആരുടെ ആത്മകഥയാണ്? ദ ടണൽ ഓഫ് ടൈം RK ലക്ഷ്മൺ. RK ലക്ഷ്മന്റെ ആത്മകഥയാണ്. ഫാൻഡം, മാൻഡ്രേക്ക് എന്നീ കഥാപാത്രങ്ങൾ ആരുടെ സൃഷ്ടിയാണ്? ഫാൻഡം, മാൻഡ്രേക്ക് എന്നീ കഥാപാത്രങ്ങൾ ആരുടെ സൃഷ്ടിയാണ്? ലിയോൺ ഡി ഫാൽക്ക്. ലിയോൺ ലീ ഫാൽക്കിന്റെ സൃഷ്ടിയാണ് ഫാൻഡം, മാൻഡ്രേക്ക് മുതലായ കഥാപാത്രങ്ങൾ. അടുത്ത ചോദ്യം,
ചുവടെ പറയുന്ന ഗ്രന്ഥങ്ങൾ, ഗ്രന്ഥകർത്താക്കൾ എന്നിവയിൽ തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. അപ്പോ ഗ്രന്ഥങ്ങൾ വായിക്കാം. ഇന്ത്യ ഇൻ ദ ന്യൂ മില്ലേനിയം APJ അബ്ദുൽ കലാം, ജോബ് ഫോർ മില്യൻസ് VV ഗിരി, ക്രിയേറ്റിംഗ് ലീഡർഷിപ്പ് കിരൺ ബേദി, വേക്കപ്പ് ഇന്ത്യ ആനി ബെസന്റ്. അപ്പൊ ഇതില് കൃതികൾ, ഗ്രന്ഥകർത്താക്കൾ, ഇതിൽ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. ഇന്ത്യ ഇൻ ദ ന്യൂ മില്ലേനിയം രചിച്ചത് ആരാണ്? PC അലക്സാണ്ടർ ആണ്. അപ്പൊ ഇതാണ് ഇവിടെ മിസ്റ്റേക്ക്. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു വർഷം ഒരു രാജ്യത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് ദേശീയ വരുമാനമാണ്. അടുത്തത്, ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യൻ ജനസംഖ്യയിൽ കൂടുതൽ പേർ തൊഴിലെടുക്കുന്നത് പ്രാഥമിക മേഖല എന്നറിയപ്പെടുന്ന കാർഷിക മേഖലയിലാണ്. ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ കൂടുതൽ സംഭാവന ചെയ്യുന്നത് സേവന മേഖല എന്നറിയപ്പെടുന്ന തൃതീയ മേഖലയാണ്. അപ്പം ഇതില് ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടും ശരിയാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ആൾക്കാർ തൊഴിലെടുക്കുന്നത് കാർഷിക മേഖലയിലും ഏറ്റവും കൂടുതൽ ദേശീയ വരുമാനത്തിലോട്ട് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് തൃതീയ മേഖലയുമാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, കോർ ബാങ്കിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കോർ ബാങ്കിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഇത് SCRT-യിലുള്ള പോയിന്റ് ആണ്. ഒരു ബാങ്കിന്റെ സേവനങ്ങളെല്ലാം ഉപഭോക്താക്കൾക്ക് ബാങ്കിന്റെ പ്രധാന ശാഖയിൽ നിന്ന് ലഭ്യമാക്കുക. ഗ്രാമപ്രദേശങ്ങളിൽ ബാങ്കിംഗ് സേവനം ലഭ്യമാക്കാനുള്ള മൊബൈൽ ബാങ്കിംഗ് സംവിധാനം. ബാങ്കിംഗ് സേവനങ്ങളെല്ലാം ഇന്റർനെറ്റിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക. ബാങ്കിന്റെ ശാഖകൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഏത് ശാഖയിൽ നിന്നും മറ്റു ശാഖകളിലേക്ക് ഉപഭോക്താക്കൾക്ക് സേവനം ലഭ്യമാക്കുക. ഇതില് കോർ ബാങ്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാങ്കിന്റെ ശാഖകൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഏത് ശാഖയിൽ നിന്നും മറ്റു ശാഖകളിലേക്ക് ഉപഭോക്താക്കൾക്ക് സേവനം ലഭ്യമാക്കുക എന്നതാണ് കോർ ബാങ്കിംഗ്. ഓക്കെ, അടുത്തത്, നരസിംഹം കമ്മിറ്റി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? നരസിംഹം കമ്മിറ്റി ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏത് സംസ്ഥാനത്തിന്റെ ക്ലാസിക്കൽ നൃത്തരൂപമാണ് സാത്രിയ എന്നറിയപ്പെടുന്നത്? അസമിന്റേതാണ്. ഏത് സംസ്ഥാനത്തെ കൊയ്ത്തുത്സവമാണ് വാൻഗാല ഫെസ്റ്റിവൽ? വാൻഗാല ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്തെ കൊയ്ത്ത് ഉത്സവമാണ്? മേഘാലയയിലെയാണ്. മാൻടാങ് വെള്ളച്ചാട്ടം, ഡാണ്ടിൽ തടാകം, പാലക് തടാകം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? മിസോറാമിലാണ് വാൻടാങ് വെള്ളച്ചാട്ടം, ഡാംഡിൽ തടാകം, പാലക് തടാകം എന്നിവ സ്ഥിതി ചെയ്യുന്നത്. ചുവടെ പറയുന്നവയിൽ ഏതാണ് പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യാത്തത്? ഓപ്ഷൻ ഫറാക്ക അണക്കെട്ട്, ഹാൽദിയ എണ്ണ ശുദ്ധീകരണശാല, ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല, കൊയാലി എണ്ണ ശുദ്ധീകരണശാല. ഇതിൽ പശ്ചിമ ബംഗാളിൽ അല്ലാത്തത് കൊയാലി എണ്ണ ശുദ്ധീകരണശാലയാണ്. അത് വഡോദരയിലാണ്, ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഫറാക്ക പശ്ചിമ ബംഗാളിലാണ്, ഹാൽദിയ പശ്ചിമ ബംഗാളിലാണ്, ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല പശ്ചിമ ബംഗാളിലാണ്. അടുത്ത ചോദ്യം, അമർ ജവാൻ ജ്യോതി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ സ്മാരകം ചുവടെ പറയുന്നവയിൽ ഏതാണ്? അമർ ജവാൻ ജ്യോതി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യ ഗേറ്റിലാണ് അമർ ജവാൻ ജ്യോതി തെളിയിച്ചിരിക്കുന്നത്. ഓക്കെ, സ്വതന്ത്ര ജ്യോതി സ്ഥിതി ചെയ്യുന്ന സെല്ലുലാർ ജയിൽ കാണാൻ കഴിയുന്നത് ഏത് ദ്വീപിലാണ്? സെല്ലുലാർ ജയിൽ എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ്, പോർട്ട് ബ്ലെയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. പോർട്ട് ബ്ലെയറിലാണ് സെല്ലുലാർ ജയിൽ. അവിടെ സ്വതന്ത്ര ജ്യോതിയാണ് തെളിയിച്ചിരിക്കുന്നത്. കേരളത്തിൽ 2020 ഓഗസ്റ്റ് മാസത്തിലുണ്ടായ മഴയിലും ഉരുൾപൊട്ടലിലും നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചത് ഇടുക്കി ജില്ലയിലെ ഏത് പ്രദേശത്താണ്? പെട്ടിമുടിയിലാണ്. ഇടുക്കി ജില്ലയിലെ പെട്ടിമുടിയിലാണ്. അപ്പൊ തിരിച്ചും ചോദിക്കാം, പെട്ടിമുടി ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത്, ഉദയംപേരൂർ സുനഹദോസ് പള്ളി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ല. പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ പഴയ പേര് എന്താണ്? പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ പഴയ പേര് എന്താണ്? ഒലവക്കോടാണ്. ഒലവക്കോട്. പ്രമുഖ സുഖവാസ കേന്ദ്രമായ പൈതൽ മല കേരളത്തിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പൈതൽ മല കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലാണ് പൈതൽ മല. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരാണ് കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത്. തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്നത് ഏത് സമരമാണ്? തുലാമ്പത്ത് സമരം പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരം.
കേരളത്തിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ വാഗമൺ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? വാഗമൺ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കോട്ടയത്താണ്. കോട്ടയം. കേരള വനനിയമം, കേരള ഫോറസ്റ്റ് ആക്ട് നിലവിൽ വന്ന വർഷം. കേരള വനനിയമം എന്നാണ് നിലവിൽ വന്നത്? 1961. 1961 ചുവടെ പറയുന്ന കേരളത്തിലെ പ്രധാന പക്ഷി സങ്കേതങ്ങൾ, അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? ശരിയായത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കാം. കുമരകം പക്ഷി സങ്കേതം കോട്ടയം, കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറം, മംഗളവനം പക്ഷി സങ്കേതം എറണാകുളം, ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട്. അപ്പോൾ പക്ഷി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ് തന്നിരിക്കുന്നത്. ഇവയിൽ ശരി ഏതാണ്? എല്ലാം ശരിയാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3, 4 എന്നിവ ശരിയാണ്. കുമരകം കോട്ടയത്താണ്, കടലുണ്ടി മലപ്പുറത്താണ്, മംഗളവനം എറണാകുളത്താണ്, ചൂലന്നൂർ പാലക്കാടാണ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നല്ല ചോദ്യങ്ങൾ തന്നെയാണ്. നമ്മുടെ സിലബസിനോട് നീതി പുലർത്തിയ ചോദ്യങ്ങൾ തന്നെയാണ് LDC മെയിൻസ് ഡിഗ്രി ലെവൽ പ്രിലിംസ്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങളുമായിട്ട് വീണ്ടും വീഡിയോസ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. LDC മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ജൂലൈ 7 സ്റ്റാർട്ട് ആയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്. ജേതാവ് 90 ഡേയ്സ് കോഴ്സ് ആണ്. കൂടാതെ 12th ലെവൽ മെയിൻസിനാണ് നിങ്ങൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ 100 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ദിശ എന്നാണ് പേര്. 8th ജൂലൈയിലാണ് സ്റ്റാർട്ട് ആയിട്ടുള്ളത്. അപ്പൊ എല്ലാ കോഴ്സുകളും ഒരു പാക്കേജ് ആയിട്ട് ഒറ്റ സബ്സ്ക്രിപ്ഷൻ വഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. ഓക്കെ.